വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായി റത്തല്ല? ഇൻഷാ അല്ലാ ഇന്നും ചെറിയൊരു അറിവ് പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ കേൾക്കുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് അറിവ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തആല നാം പറയുന്നതിനെയും നിങ്ങൾ കേൾക്കുന്നതിനെയും സ്വാലിഹായ അമലായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ നമുക്കൊക്കെ ഒരുപാട് കുടുംബക്കാരുണ്ട് അല്ലേ? നമ്മളൊക്കെ കുടുംബ സന്ദർശനം നടത്താറുണ്ട്. അതൊക്കെ ഇസ്ലാം ഒരുപാട് പ്രചോദിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. പക്ഷേ അതിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഇന്ന് കുടുംബബന്ധം പുലർത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു അറിവ് പകർന്നു തരാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. എന്നാലോ ഒരുപാട് ബെനിഫിറ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരറിവും കൂടിയാണ് പകർന്നു തരാൻ ആഗ്രഹിക്കുന്നത്. കുടുംബബന്ധം പുലർത്തുന്നതുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ദീർഘായുസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഉപജീവന മാർഗത്തിൽ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക? കുടുംബബന്ധം പുലർത്തിക്കൊള്ളുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. അഥവാ നമ്മുടെയൊക്കെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ എന്താ പറയുക വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലൊക്കെ ബർക്കത്ത് ലഭിക്കാൻ, അതേപോലെ തന്നെ ദീർഘായുസ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? കുടുംബബന്ധം പുലർത്തുക എന്നാണ് നബി പറഞ്ഞത്. അല്ലാതെ വേറൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉപദേശിക്കുന്നില്ല. അഥവാ ഈ ഒരു കുടുംബബന്ധത്തിലൂടെ അല്ലാഹു തആല നമുക്ക് തരുന്ന ചില ഭാഗ്യങ്ങളാണ് എന്ത്? ദീർഘായുസ്സ് ഉണ്ടാവുക, അതും ആഫിയത്തോടുള്ള ദീർഘായുസ്സൊക്കെ ലഭിക്കുക എന്നുള്ള വലിയൊരു പുണ്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഉപജീവനത്തിൽ ബർക്കത്ത് ഉണ്ടാവുക എന്നൊക്കെ ചെറിയൊരു ഈ കുടുംബബന്ധം പുലർത്തുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാ വരും കാലത്ത് നല്ല നിലയ്ക്ക് നമ്മുടെയൊക്കെ കുടുംബബന്ധം പുലർത്താൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ അല്ലാഹു തആല ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.